മന്ത്രിസഭാ രൂപീകരണത്തിന് പിന്നാലെ വകുപ്പ് വിഭജനത്തിൽ തർക്കം തുടരുന്നു. വിട്ടുവീഴ്ചയില്ലാതെ കോൺഗ്രസും മുസ്ലിം ലീഗും. ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകുന്നതിൽ കോൺഗ്രസിൽ എതിർപ്പ്. ഫിഷറീസ് വകുപ്പ് തന്നാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകൂ എന്ന നിലപാടിൽ ലീഗ്. കൃഷി വകുപ്പിൽ നീരസവുമായി സിദ്ദിഖ്. ടേം വ്യവസ്ഥയിൽ അതൃപ്തി പരസ്യമാക്കി മാണി സി കാപ്പൻ. സംസ്ഥാനത്തെ ധനസ്ഥിതിയിൽ ധവളപത്രം ഇറക്കുന്നതിന് സമിതിയെ നിയോഗിച്ച് VD സർക്കാർ. ഓണറേറിയം വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സർക്കാരിന് നന്ദി അർപ്പിച്ച ആശാപ്രവർത്തകർ. സർക്കാരിൻ്റേത് പ്രതീക്ഷ നൽകുന്ന തീരുമാനമെന്നും 21-ാം തീയതി മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിക്കാൻ വീണ്ടും ഒത്തുചേരുമെന്നും സമരസമിതി. 10 വർഷത്തിന് ശേഷം സെക്രട്ടേറിയറ്റിലെ സമര ഗേറ്റ് തുറന്നു. ഗേറ്റടച്ചത് 1-ാം പിണറായി സർക്കാർ. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ നിലപാട് കടുപ്പിച്ച് ബിനോയ് വിശ്വം. വലിയ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ വിമർശനങ്ങൾ സ്വാഭാവികമെന്ന് M സ്വരാജ്. നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയതിനു പിന്നാലെ പാലക്കാട്ടിലെ CPM-ൽ പൊട്ടിത്തെറി. തെരുവുനായ പ്രശ്നത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. പൊതുജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന നായ്ക്കളെ കൊല്ലാമെന്ന് കോടതി. പൊതുസ്ഥലത്തു നിന്നും തെരുവുനായ്ക്കളെ നീക്കണമെന്ന നിർദ്ദേശം. വിധി പറഞ്ഞത് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച്. രാജ്യത്തെ ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 90 പൈസ വർദ്ധിപ്പിച്ചു. ഒരാഴ്ചക്കിടെ വില കൂടുന്നത് 2ാമത്തെ തവണ. നിലവിൽ ഊർജ്ജ പ്രതിസന്ധി ഇല്ല എന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. ഹോർമുസ് കടലിടുക്കിലൂടെ കൂടുതൽ കപ്പലുകൾ എത്തിക്കാൻ ശ്രമിക്കുന്നതായും വിശദീകരണം. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ പരാതിക്കാരി നേരിട്ടത് കൊടും ക്രൂരത. മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയെന്നും മർദ്ദിച്ച് പ്രതികരണശേഷി നഷ്ടപ്പെടുത്തിയെന്നും പരാതിക്കാരി. കേസിൽ ഒരു സ്ത്രീ കൂടി പിടിയിൽ. ബഹിരാകാശ സഹകരണ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യയും നോർവേയും. ലക്ഷ്യം ബഹിരാകാശ ഏജൻസികൾ തമ്മിലുള്ള സഹകരണ പ്രോത്സാഹനവും മേഖലയിലെ കൂടുതൽ നിക്ഷേപവും. കപ്പൽ നിർമ്മാണം, ഹരിത ഊർജ്ജം അടക്കം 12 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി മാറ്റിവെക്കുന്നതായി അമേരിക്ക. നടപടി ഗൾഫ് രാജ്യങ്ങളുടെ ശക്തമായ അഭ്യർത്ഥന മാനിച്ചെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിർണായക വിവരം പുറത്തുവിട്ടത് ട്രൂത്ത് സോഷ്യലിലൂടെ. തൃശൂർ കുന്നംകുളം പാറയമ്പാടത്ത് സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് എരുമപ്പെട്ടി തളി സ്വദേശി കുഞ്ഞു മൊയ്തീൻ. അപകടത്തിൽപ്പെട്ടത് കോഴിക്കോട് ഭാഗത്ത് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസുമായി കൂട്ടിയിടിച്ച്. IPL-ൽ ഇന്ന് രാജസ്ഥാൻ ലക്നൗ പോരാട്ടം. പ്ലേ ഓഫ് ഉറപ്പിക്കാൻ രാജസ്ഥാന് ജയം അനിവാര്യം. മത്സരം രാത്രി 7:30 മുതൽ.